നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം കേരളം ഏറ്റെടുത്തത് 1987 പാർട്ടിയെ അധികാരത്തിലേറ്റി. എന്നാൽ മന്ത്രിസഭ വന്നപ്പോൾ മുഖ്യമന്ത്രി EK നയനാരായി. 1957 മുതൽ കേരള മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 1967, 1980, 1987, 2001, 2004 വർഷങ്ങളിലെ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന വനിത. 16 വർഷം മന്ത്രിയും 46 വർഷം MLA-യുമായിരുന്ന ഗൗരി. എല്ലാ യോഗ്യതയുണ്ടായിട്ടും മുഖ്യമന്ത്രി കസേരയിൽ അവരെ തഴഞ്ഞു. CPM എന്തുകൊണ്ട് അതിനുള്ള അവസരം ഉപയോഗിച്ചില്ല എന്ന ചോദ്യത്തിൽ നിന്ന് പാർട്ടിയിലെ സമുന്നത വനിതാ നേതാവായ വൃന്ദ കാരാട്ട് തന്നെ ഒഴിഞ്ഞു മാറിയത് അടുത്തിടെ ചർച്ചയായിരുന്നു. വനിതാ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ യോഗ്യതയുള്ള നേതാക്കൾ CPM-ലായിരുന്നു കൂടുതൽ. എന്നാൽ അവർക്ക് അവസരം കിട്ടിയതേയില്ല. വനിതാ മുഖ്യമന്ത്രി വേണ്ടേ എന്ന ചോദ്യം കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. സ്വന്തം പ്രവർത്തന മികവ് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യത നേടിയ വനിതാ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. സ്ത്രീ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. CPM-ലെ തന്നെ സുശീല ഗോപാലിന്റെ പേരും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ വന്നെങ്കിലും പാർട്ടി അതിനൊപ്പം നിന്നില്ല. ഏറ്റവും ഒടുവിൽ KK ശൈലജയുടെ പേരാണ് പൊങ്ങി വന്നത്. അതും അവർക്ക് തന്നെ വിനയാവുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയത്. മന്ത്രിസ്ഥാനത്ത് രണ്ടാം ഊഴം പോലും അവർക്ക് നഷ്ടമായി. കോൺഗ്രസിലാകട്ടെ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചർച്ചകൾ പോലും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. പ്രബുദ്ധ കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ പുറത്ത് 16 സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നതും ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം വേണമെന്ന ആവശ്യം CPM-ലും ചർച്ചയാവുന്നു. പാർലമെന്റിൽ പാസായ വനിതാ സംവരണ ബില്ല് പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ പോലും ബില്ലിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് CPM ദേശീയ നിർവാഹക സമിതി അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ പറഞ്ഞു. CPI അത് ചെയ്യണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും പാർട്ടി കേന്ദ്ര നേതൃത്വവുമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു. അവസരം നിഷേധിക്കുന്നത് പാർട്ടികളുടെ കഴിവുകേട്. നിയമനിർമ്മാണ കസേരകളിൽ തുല്യ പ്രാതിനിധ്യം സ്ത്രീകളുടെ അവകാശമാണ്. തുല്യ പ്രാതിനിധ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 7, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 46 സീറ്റും സ്ത്രീകൾക്ക് നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്ന വനിതാ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനിൽ MM ബേബി ഒപ്പുവെച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് തുടങ്ങിയവരും ഒപ്പുവെച്ചു. സ്ത്രീകളെ വേണ്ടവിധം പരിഗണിക്കാത്തതും അവസരം നൽകാത്തതും പാർട്ടികളുടെ കഴിവുകേടും പരാജയവുമാണ്. സ്ത്രീകൾക്ക് മെറിറ്റ് ഇല്ലെന്ന ആരോപണമാണ് കാലാകാലങ്ങളായി ഉയർത്തുന്ന ആരോപണം. പാർലമെന്റിലോ അസംബ്ലിയിലോ വിഷയങ്ങൾ പഠിപ്പിച്ച് അവതരിപ്പിക്കാൻ ശേഷിയുള്ളവരാണോ എന്ന് പുരുഷന്മാരെ കുറിച്ച് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല? എത്ര മുതിർന്ന സ്ഥാനത്തെത്തിയാലും സ്ത്രീവിരുദ്ധ രീതി ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം തന്നെയുണ്ട്. പുരുഷാധിപത്യ മനോഭാവത്തിന്റെ പ്രതിഫലമാണത്. അത് അത്തരത്തിൽ നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരു പരിധിവരെ പങ്കുണ്ട്. എന്റെ പേരെഴുതുമ്പോൾ ഒരു പ്രസക്തിയില്ലെങ്കിലും T രാജയുടെ ഭാര്യയാണെന്ന് എഴുതും. D രാജ ഭർത്താവാകുന്നതിനു മുൻപും ദേശീയ തലത്തിൽ വനിതകൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്നും കണക്കാക്കുന്നില്ല. സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പുരുഷന്മാരുടെ താല്പര്യമില്ലായ്മ, മക്കളുടെ പഠനം, പ്രായമായവരുടെ ശുശ്രൂഷ, കുടുംബം നോക്കൽ, വീട് പരിപാലനം തുടങ്ങിയവയെല്ലാം സ്ത്രീയുടെ ജോലിയാണെന്ന് കൽപ്പിച്ച് വീട്ടിലിരുത്തൽ എന്നിവ മൂലം സ്ത്രീകൾക്ക് പൊതുമണ്ഡലങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ തുടരുന്നു. ആനി രാജ പ്രതികരിച്ചു. സ്ത്രീകളുടെ പാർട്ടി പദവികളെ പുരുഷ നേതാവുമായുള്ള ബന്ധത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രവണതയുമാണ് CPM പൊളിറ്റിക് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഓർമ്മക്കുറിപ്പിൽ പങ്കുവച്ചത്. വിവാദമായതിനു പിന്നാലെയാണ് ആനി രാജയുടെ ഈ പ്രതികരണം.